സാമ്പാറിലേക്കുള്ള വെണ്ടക്കായ. അപ്പൊ ഇന്ന് സാമ്പാറും വെണ്ടക്കായ ഉപ്പേരും. മീൻ വറുത്തല്ലേ മറ്റു വറുത്തേ. അപ്പൊ എനിക്കൊരു പൂതി വാഴയിൽ വാട്ടി ചോറ് തിന്നാൻ. അപ്പൊ പണിക്ക് പോകുമ്പോ സാമ്പാറും വെണ്ടക്ക ഉപ്പേരും പിന്നെ മത്തി വറുത്തതും നമ്മൾ പൊതിയ കെട്ടിക്കൊണ്ടുപോകും. എങ്ങനെയുണ്ട് നോക്കാലോ. ഉച്ചയ്ക്ക് നല്ല വാട്ടലുള്ള മണമൊക്കെ ഉണ്ടാവും അല്ല ചോറിന്. പിന്നെ പപ്പടം വറുത്തേക്കണം. പൊതിച്ചോറിൽ പപ്പടം വേണം. എന്നാലേ സാമ്പാറിൻ്റെയും ഇതൊക്കെ മണം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ടല്ലേ സാമ്പാർ വയ്ക്കുന്നത്? പരിപ്പ് കുക്കറിൽ വെച്ച് ചെയ്തിട്ടല്ലേ? സിമ്പിൾ പരിപാടി. സിമ്പിൾ സാമ്പാർ. റാണി സ്പെഷ്യൽ സാമ്പാർ. നേരെ അങ്ങനെ പരപരാ വെളുക്കണുള്ളൂ. ചെറുതായിട്ട് മഴച്ചാറിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറല്ലേ. ഇത് പരിപ്പ് ആദ്യം വേവിച്ച് കുക്കറിൽ, എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി തക്കാളി വെണ്ടക്കായ മുരിങ്ങക്കായ മാത്രം. ഇത്രയുള്ള സാമ്പാർ. അത്രയുള്ള നമ്മുടെ സാമ്പാറിന്. ഇനി സാമ്പാർ പൊടി ഇടും, പുളിവെള്ളം ഒഴിക്കും, ചൂടാക്കിയിടും. ചായ കുടിച്ചിട്ടാണ് തുടങ്ങാം അല്ലേ? ഞാനിപ്പോ മഴ ചാറണ്ടായിരുന്നു. അത് കാരണം ഞാൻ നടക്കാൻ പോകാൻ. ചില ആൾക്കാർ വെണ്ടക്കായ പഠിക്കുമ്പോ എല്ലാം ഇങ്ങനെ തുമ്പ് വെച്ച് നോക്കിട്ടല്ലോ പഠിക്കാൻ. ഇപ്പൊ അങ്ങനെ പഠിക്കുന്നതാണല്ലേ വെണ്ടക്കായ പഠിക്കുമ്പോഴേ തുമ്പും ഒടിച്ചു കൊടുക്കും. അതൊക്കെ വെണ്ടക്കായൊക്കെ കുറച്ച് പൂണ്ടാവും. അപ്പൊ മരുന്നടിച്ചായിരുന്നു പുള്ളൊന്നുമില്ല. ഇപ്പൊ ഉപ്പേരിക്കുള്ള വെണ്ടക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞ തിരക്കിന് കട്ടൻ ചായ കുടിക്കാൻ മറന്നു. സാമ്പാർ എന്തായി? മഞ്ഞപ്പൊടി ഇട്ട് പുളിവെള്ളം ഒഴിച്ച്. ചെറിയ പുള്ളി മതി. നമ്മളെ പുളിക്കുത്തി എടുക്കണ്ട. ആവശ്യമുള്ള പുള്ളി ഒഴിച്ചാൽ മതി. പണ്ട് ഈ പുളിയുടെ ഇതിലേ പുളി അധികം പോവില്ലല്ലോ സാമ്പാറിൽ. അപ്പൊ എന്ത് ചെയ്യും, ഇത്തിരി പച്ചമുളകും സവോളയും വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഇതിനകത്ത് കൂട്ടി നല്ല വേണ്ടി തിരുമോലെ വെളിച്ചെണ്ണ വെച്ചിട്ട്. അപ്പൊ അതിനകത്തുള്ള പുളി ആയില്ലേ? ആ പുളിയുടെ പിണ്ടി അല്ല. അപ്പം നമ്മളുണ്ടാക്കുന്ന സാമ്പാർ ഇതാണ്. ഇത് നമ്മൾ സാമ്പാർ പൊടി ചൂടാക്കിയിട്ടുണ്ട്. വറുത്തിട്ട് കടുക് പൊടിക്കുമ്പോഴേ ഞാൻ അങ്ങനെ ചെയ്യാട്ടാ. ചിലവർ പച്ചക്ക് പൊടി ഇടും. അത് പല ആൾക്കാർ പല ടൈപ്പ് ഉണ്ടാക്കും. അപ്പം സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മത്തിക്കറി ലേശമുണ്ട്. വെണ്ടക്കായ ഉപ്പേരിക്കുള്ള വെണ്ടക്കായ വെച്ചിട്ടുണ്ട്. പിന്നെ മറക്കാനുള്ളൊരു 4 മത്തി. അപ്പോൾ ഇന്നത്തെ കാര്യം ഉഷാറായി. നമ്മളിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇന്ന് രാവിലത്തെ പരിപാടി. അപ്പൊ ഞാൻ പണിക്ക് പോകുമ്പോ എനിക്കൊരു പൂതി. ഇന്ന് ചോറ് കൊണ്ടുപോകുമ്പോ വാഴ വാട്ടി അത് സാമ്പാറും പപ്പടവും ഒരു ഉപ്പേരിക്ക് വെച്ച് പൊതിഞ്ഞ് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഉച്ചക്ക് തുറക്കുമ്പോൾ നല്ലൊരു മണക്കം ഉണ്ടാവും പൊതിച്ചോറിന്. അങ്ങനെ തിന്നാൻ പൂതി. അപ്പൊ ഇന്ന് അങ്ങനത്തെ പരിപാടിയാണ്. നമ്മൾ സാമ്പാർ വയ്ക്കുന്നുണ്ട്, വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്,
പിന്നെ മീൻവറവും പപ്പടമൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചോറിന്റെ പരിപാടിയാണ്. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ സപ്പോർട്ട് ചെയ്തോളൂ. സാമ്പാർ പൊടി, മുളകും മല്ലിയും കൂട്ടിട്ട് ചൂടാക്കിയിട്ട് ഇപ്പൊ വെണ്ടക്കായ വറുത്തിട്ടുണ്ടല്ലേ അങ്ങനെ ചൂടാക്കിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇനി ഇതിനൊപ്പം തന്നെയാണ് സാമ്പാർ പൊടിയുടെ അല്ല അത് കടുക് വറക്കുമ്പോ ഉള്ളൂ അല്ലേ? മണം ഉണ്ടാവും. പൊടി കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് മാറും കേട്ടോ. ചൂടാക്കിയിട്ടാൽ മതി, ആ പച്ചമണം പോയാൽ മതി. അപ്പൊ തട്ടിക്കൂട്ട് സാമ്പാർ ആയിക്കൊണ്ടിരിക്കണല്ലേ? കടുക്, ഉലുവ, സാമ്പാർ പൊടി ഇടാൻ മറക്കണം കേട്ടോ. അപ്പത്ത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പൊടി ഇതായി പോകും. ഇപ്പോഴുള്ള സാമ്പാർ പൊടിയുടെ മണം നല്ല മണം തന്നെ എണ്ണത് മൂക്കുമ്പോ. അതല്ല ഇതിനത് വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മള് കട്ടിയിട്ട് ചൂടുവെള്ളം ഒഴിക്കും. സാമ്പാർ റെഡിയായില്ലേ? ഈ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കാം. ശരി. സാമ്പാർ നല്ല മണം വേണ്ടി നല്ല മൂപ്പിച്ചപ്പ പൊടിയൊക്കെ നന്നായിട്ട് വറുത്തിട്ടപ്പോ നല്ല നമ്മള് വെണ്ടക്കത്തോരന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളക് ഇട്ടിട്ട് പച്ചമുളക് മാത്രമേ മഞ്ഞപ്പൊടിയും നാളികേരവും വെണ്ടക്കായ ഇത്ര ഐറ്റംസ് ഉള്ളല്ലേ? നന്നായിട്ട് മൊരിനട്ടാ വെണ്ടക്കായ. വെണ്ടക്കായൊക്കെ ഇതിനേക്കാളും അടിപൊളിയായിട്ടൊക്കെ ആൾക്കാർ വെക്കുന്നതാ. നമ്മളിപ്പോ തട്ടിക്കൂട്ട് വെക്കുന്നത്. ചെറുതീയില് കിടക്കട്ടെ, വെള്ളം ഉണ്ടാവില്ല. ഉപ്പൊക്കെ ഉണ്ടാവില്ലേ? ഉപ്പൊക്കെ ഉണ്ട്. തിളപ്പിച്ചിട്ട് ചോറ് ഇത്ര ബാക്കിണ്ടാ?
രാത്രി ഉണ്ടെങ്കിൽ ഞാനത് എടുത്ത് പിന്നെ ഇല്ല ഷാറുണ്ടല്ലോ. ഇത് കൊണ്ടുപോകാൻ പുത്തൻ ചോറ് ഇന്ന് വെച്ചത് നമുക്ക് ഈ നാളികളിൽ മതി. നമ്മളെ വെണ്ടക്കായ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് കെട്ടാം പൊതി. പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൊതിച്ചോറിലുള്ളത് നമ്മളിപ്പോൾ ഇത് പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം കേട്ടോ. ഒറ്റയ്ക്ക് തിന്നാൻ ഒരു പൂതി ഇലയിൽ നിന്ന് വാട്ടലയിൽ ചോറ് തിന്നണം എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്തതാണ്. മത്തിവാറും വറുത്തുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും പൊതി. അപ്പോൾ നമ്മൾ രാവിലെ കൊണ്ടുവന്ന പൊതി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനത്ത് അഴിക്കുകയാണ്. ഞാൻ പണസ്ഥലത്താണ്. അപ്പോൾ രാവിലെ കെട്ടിവെച്ച പൊതിന് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കഴിച്ചിട്ട്. ഇതിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പൊതിച്ചോറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ പൊതിച്ചോറിൻ്റെ പൊതിയൊക്കെ ആയിട്ട് ജയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കിത് അഴിച്ചു നോക്കാം. ഓ അടിപൊളി. നമ്മുടെ സാമ്പാറും പപ്പടമൊക്കെ മിക്സായി പൊതിച്ചോറിൽ വെണ്ടക്കായ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മീൻ വറവ് നോക്കാം നമുക്ക്. ഇപ്പം മത്തി പൊരിച്ചത് എല്ലാം സെറ്റായിട്ടുണ്ട്. വെള്ളം നമുക്കിനി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല പൊതിച്ചോറ്. നല്ല വാട്ടല മണം. സാമ്പാർ പപ്പടത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പ്രത്യേകമുണ്ട്. അപ്പോൾ ചോറ് ഉഷാറായിട്ടുണ്ട്. ഞാനപ്പോൾ അത് കഴിച്ചു തീർക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമ്മുടെ ചങ്കകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.